ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ നദികളെക്കുറിച്ചുള്ള അവസാനത്തെ ഭാഗം ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിൻ്റെ ആദ്യത്തെ 2 ക്ലാസ്സുകൾ കേൾക്കാത്തവർ ആ ക്ലാസ്സുകൾ കൂടി കേൾക്കുക. നമുക്ക് ആരംഭിക്കാം. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാമാണ്? കബനി, പാമ്പാർ, ഭവാനി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, പാമ്പാർ, ഭവാനി എന്നീ നദികളാണ്. കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? കബനി. കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി കബനി നദിയാണ്. കർണാടകയിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? വളപട്ടണം പുഴ. കർണാടകയിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി വളപട്ടണം പുഴയാണ്. കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? കബനി നദി. കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി നദിയാണ്. കബനി നദിയുടെ ആകെ നീളം 240 കിലോമീറ്ററാണ്. എന്നാൽ കേരളത്തിൽ കബനി നദി ഒഴുകുന്നത് എത്ര കിലോമീറ്റർ ദൂരമാണ്? 56.6 കിലോമീറ്റർ. കബനി നദിയുടെ ആകെ നീളമാണ് 240 കിലോമീറ്റർ. എന്നാൽ കേരളത്തിലൂടെ കബനി നദി ഒഴുകുന്നത് 56.6 കിലോമീറ്ററാണ്. കബനി, പാമ്പാർ, ഭവാനി എന്നീ നദികൾ ഏത് നദിയുടെ പോഷക നദികളാണ്? കാവേരി. അപ്പോൾ കാവേരി നദിയുടെ പോഷക നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളായ കബനി, പാമ്പാർ, ഭവാനി എന്നീ നദികൾ. അപ്പോൾ കബനി, പാമ്പാർ, ഭവാനി എന്നീ നദികൾ ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ്. തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദികൾ ഏതെല്ലാമാണ്? പാമ്പാർ, ഭവാനി എന്നീ നദികൾ തമിഴ്നാട്ടിലേക്കാണ് ഒഴുകുന്നത്. അപ്പോൾ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ കബനി, പാമ്പാർ, ഭവാനി എന്നീ നദികളാണ്. ഇതിൽ കബനി നദി കർണാടകയിലേക്കും പാമ്പാറും ഭവാനിയും തമിഴ്നാട്ടിലേക്കുമാണ് ഒഴുകിയെത്തുന്നത്. കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട് ജില്ല. കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ലയാണ്. കബനി നദിയുടെ ഉത്ഭവസ്ഥാനവും വയനാട് ജില്ലയിലെ തൊണ്ടാർമുടി എന്ന സ്ഥലത്താണ്. അപ്പോൾ വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നും ഉത്ഭവിക്കുന്ന കബനി നദി ഒഴുകുന്നത് വയനാട് ജില്ലയിൽ നിന്നും കർണാടകയിലേക്കാണ്. കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? കപില. കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേര് കപില എന്നാണ്. ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിനും രാജീവ് ഗാന്ധി ദേശീയ ഉദ്യാനത്തിനും ഇടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കബനി. ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിനും രാജീവ് ഗാന്ധി ദേശീയ ഉദ്യാനത്തിനും ഇടയിലൂടെ ഒഴുകുന്ന നദി കബനി നദിയാണ്. ഏതെല്ലാം നദികൾ കൂടിച്ചേർന്നാണ് കബനി നദി രൂപം കൊള്ളുന്നത്? പനമരം നദിയും മാനന്തവാടി നദിയും. പനമരം നദിയും മാനന്തവാടി നദിയും കൂടിച്ചേർന്നാണ് കബനി നദി രൂപം കൊള്ളുന്നത്. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? നാഗർഹോളെ ദേശീയ ഉദ്യാനം. കർണാടകയിലെ നാഗർഹോളെ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് കബനി നദിയുടെ തീരത്താണ്. കബനി നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? കാവേരി നദിയിൽ തിരുമക്കുടൽ എന്ന സ്ഥലത്താണ് കബനി നദി കാവേരി നദിയുമായി ചേരുന്നത്. കബനി നദി ചെന്ന് പതിക്കുന്നത് കാവേരി നദിയിലാണ്. കാവേരി നദിയിൽ തിരുമക്കുടൽ എന്ന സ്ഥലത്താണ് കബനി നദി കാവേരി നദിയുമായി ചേരുന്നത്. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കബനി നദിയാണ്. വയനാട് ജില്ലയിൽ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കബനിയാണ്. ഏത് നദിയിലാണ് കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കബനി. കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനിയാണ്. കുറുവാ ദ്വീപ് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിലെ ബാണാസുര സാഗർ ഡാമിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ്ജ നിലയം സ്ഥാപിച്ചിരിക്കുന്നത് ബാണാസുര സാഗർ ഡാമിലാണ്. ബാണാസുര സാഗർ ഡാം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ്? ബാണാസുര സാഗർ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ ഡാമാണ്. ഏഷ്യയിലെ 2ാമത്തെ വലിയ എർത്ത് ഡാം കൂടിയാണ് ബാണാസുര സാഗർ ഡാം.
പാമ്പാർ നദി ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് ബെൻമൂറിൽ നിന്നുമാണ്. പാമ്പാർ നദി ഇടുക്കി ജില്ലയിൽ നിന്നും ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ്. അപ്പോൾ പാമ്പാർ നദി ഉത്ഭവിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളത്തെ ബെൻമൂറിൽ നിന്നുമാണ്. പാമ്പാറിൻ്റെ ആകെ നീളം എത്രയാണ്? 31 കിലോമീറ്റർ നീളമേ പാമ്പാറിനുള്ളൂ. ഇതിൽ 25 കിലോമീറ്ററും കേരളത്തിലൂടെയാണ് ഒഴുകുന്നത്. പാമ്പാറിൻ്റെ ആകെ നീളം 31 കിലോമീറ്ററാണ്. ഇതിൽ കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരം 25 കിലോമീറ്ററാണ്. പാമ്പാറിൻ്റെ പതനസ്ഥാനം എവിടെയാണ്? പാമ്പാറും ചെന്ന് പതിക്കുന്നത് കാവേരി നദിയിലാണ്. തമിഴ്നാട്ടിൽ വെച്ചാണ് പാമ്പാർ കാവേരി നദിയിൽ ചെന്ന് പതിക്കുന്നത്. നമ്മളിവിടെ നേരത്തെ പഠിച്ചതാണ് കാവേരി നദിയുടെ 3 പോഷക നദികളാണ് കബനി, പാമ്പാർ, ഭവാനി എന്നത്. അപ്പോൾ ഈ 3 നദികളും കാവേരി നദിയിലേക്കാണ് പതിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കാവേരി നദിയുടെ പോഷക നദി എന്ന് പറയുന്നത്. പോഷക നദി എന്നാൽ ആ നദിയെ പോഷിപ്പിക്കുന്ന, അതായത് ആ നദിയിലേക്ക് ഒഴുകിയെത്തുന്ന നദികളെയാണ് നമ്മൾ ആ നദിയുടെ പോഷക നദി എന്ന് പറയുന്നത്. ആ നദിയിൽ നിന്നും പിരിഞ്ഞ് ഒഴുകുന്ന നദികളെ നമ്മൾ കൈവഴികൾ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ കാവേരി നദിയിൽ ചെന്ന് കൂടിച്ചേരുന്നത് കൊണ്ടാണ് ഈ 3 നദികളും കാവേരി നദിയുടെ പോഷക നദികളാണെന്ന് പഠിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പാമ്പാർ കേരളത്തിൽ ഏത് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്? ഇടുക്കി. പാമ്പാർ നദി കേരളത്തിൽ ഒഴുകുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. പാമ്പാർ നദി തുടക്കത്തിൽ അറിയപ്പെടുന്ന പേരെന്താണ്? തലയാർ. പാമ്പാർ നദി തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് തലയാർ എന്നാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി ഏതാണ്? പാമ്പാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനിയും കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി പാമ്പാറുമാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ്. തൂവാനം വെള്ളച്ചാട്ടം, കുംഭകാരി വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പാമ്പാർ. തൂവാനം വെള്ളച്ചാട്ടം, കുംഭകാരി വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി പാമ്പാറാണ്. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദി ഏതാണ്? അമരാവതി. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പ്രധാന പോഷക നദി അമരാവതിയാണ്. ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? നീലഗിരി കുന്നുകൾ. ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനം നീലഗിരി കുന്നുകളാണ്. ഭവാനി നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? കാവേരി നദിയിലാണ്. കാവേരി നദിയിൽ തമിഴ്നാട്ടിൽ വെച്ചാണ് ഭവാനി നദി കാവേരി നദിയുമായി കൂടിച്ചേരുന്നത്. ഭവാനി നദിയുടെ ആകെ നീളം എത്രയാണ്? 217 കിലോമീറ്റർ. ഇതിൽ കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരം 37.5 കിലോമീറ്റർ മാത്രമാണ്. ഭവാനി നദിയുടെ ആകെ നീളം 217 കിലോമീറ്ററാണ്. ഇതിൽ കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരം 37.5 കിലോമീറ്റർ മാത്രമാണ്. ഭവാനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? പാലക്കാട്. അപ്പോൾ ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. കബനി നദി വയനാട് ജില്ലയിലും പാമ്പാർ ഇടുക്കിയിലും ഭവാനി നദി പാലക്കാട് ജില്ലയിലുമാണ് ഒഴുകുന്നത്. ഭവാനി നദിയുടെ ഏറ്റവും പ്രധാന പോഷക നദി ഏതാണ്? ശിരുവാണി. ഭവാനി നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദി ശിരുവാണിയും ഭവാനി നദിയുടെ മറ്റൊരു പോഷക നദി വരയാറുമാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ശിരുവാണി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണിയാണ്. ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഏതാണ്? കൽക്കണ്ടിയൂർ. ഭവാനി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം കൽക്കണ്ടിയൂറാണ്. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഭവാനി നദി. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി ഭവാനിയാണ്. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താനായി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണ്? ശിരുവാണി. കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്താനായി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി ശിരുവാണിയാണ്. ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കുറുമാലിപ്പുഴ. ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി കുറുമാലിപ്പുഴയാണ്. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചാലിയാർ. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാറാണ്. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പെരിയാർ. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി പെരിയാറാണ്.
ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചീങ്കണ്ണിപ്പുഴ. ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. അപ്പോൾ ഈ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചീങ്കണ്ണിപ്പുഴ. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭവാലി നദി. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഭവാലി നദിയാണ്. മലയാറ്റൂർ, ആലുവ, കാലടി എന്നീ പട്ടണങ്ങൾ ഏത് നദിയുടെ തീരത്താണ്? പെരിയാർ. മലയാറ്റൂർ, ആലുവ, കാലടി എന്നീ പട്ടണങ്ങൾ പെരിയാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഫറോക്ക്, ബേപ്പൂർ, നിലമ്പൂർ, മാവൂർ എന്നീ സ്ഥലങ്ങളൊക്കെ ഏത് നദിയുടെ തീരത്താണ്? ചാലിയാറിൻ്റെ തീരത്താണ്. ഫറോക്ക്, ബേപ്പൂർ, നിലമ്പൂർ, മാവൂർ എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ചാലിയാർ നദിയുടെ തീരത്താണ്. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? രാമപുരം നദി. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദിയാണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? അയിരൂർ പുഴ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അയിരൂർ പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി കൂടെയാണ് അയിരൂർ പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ കാസർഗോഡ് ജില്ലയിലാണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ ആണെങ്കിൽ അയിരൂർ പുഴയുടെ നീളം 17 കിലോമീറ്റർ ആണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദിയായി അയിരൂർ പുഴ മാറിയത്. മലയാറ്റൂർ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? പെരിയാർ. എറണാകുളം ജില്ലയിലാണ് മലയാറ്റൂർ പള്ളി. അപ്പോൾ പ്രധാനപ്പെട്ടൊരു തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ പള്ളി. അതുപോലെ തന്നെ ആലുവ അദ്വൈതാശ്രമം, കാലടി ശങ്കരാചാര്യരുടെ സ്മൃതി മണ്ഡപവും കാലടി സർവകലാശാലയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ പെരിയാറിൻ്റെ തീരത്താണ്. കേരളത്തിലെ നദികളുടെ പ്രധാന ഉത്ഭവസ്ഥാനം എവിടെയാണ്? പശ്ചിമഘട്ടം. കേരളത്തിലെ നദികളുടെ പ്രധാന ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടമാണ്. വളപട്ടണ നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂർ. വളപട്ടണ നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല കണ്ണൂരാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണി. ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്തെന്ന് തോന്നുന്നു. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശിരുവാണി നദിയാണ്. കുമരകം പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കവനാർ. കുമരകം പക്ഷിസങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കവനാർ നദിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഭാരതപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ഭാരതപ്പുഴ. ചെറുതുരുത്തി കേരള കലാമണ്ഡലം ഏത് ജില്ലയിലാണ്? തൃശ്ശൂരാണ്. പ്രളയം മൂലമുള്ള നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? റൂം ഫോർ റിവർ. പ്രളയം മൂലമുള്ള നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് റൂം ഫോർ റിവർ. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുപ്പം നദി. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലൂടെ ഒഴുകുന്ന നദി കുപ്പം നദിയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.